അമേരിക്കയെയും ഇസ്രയേലിനെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ തന്നെയാണ്. അതായത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബഷഹർ എന്നറിയപ്പെടുന്ന ആണവ റിയാക്ടർ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. പക്ഷേ ഈ ആക്രമണം നടന്നിട്ടും ഒരു റേഡിയേഷൻ പോലും പുറത്തു വന്നില്ല എന്നത് അർത്ഥമാക്കുന്നത് ഇത്രയും അതിശക്തമായ ആക്രമണങ്ങൾ പോലും ഇറാന്റെ ആണവ നിലയങ്ങളിൽ ഒരു പരിക്കും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. ഇതിൽ നിന്ന് ഒരിക്കലും ഇറാന്റെയോ അമേരിക്കയുടെയോ വ്യോമാക്രമണങ്ങളെ കൊണ്ട് ഒരിക്കലും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു കരയാക്രമണമല്ലാതെ ഈ സൈറ്റുകൾ ഗ്രൗണ്ട് ഫോഴ്സ് മുഖേന പിടിച്ചെടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത് തന്നെയാണ് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളുടെ എല്ലാം സാഹചര്യം. ഇറാൻ എന്താണോ വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്നത് എങ്കിൽ അതെല്ലാം ഇറാന്റെ ഭൂമിക്കടിയിലാണുള്ളത്. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ GBU-50 അടക്കമുള്ള പാട്രിയറ്റ് മിസൈലുകൾ, ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് പോലും ആക്രമിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഉള്ളത് 500 മീറ്റർ താഴെ പാറ മലകൾക്ക് അടിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പെനിട്രിയേറ്റ് മിസൈലുകൾ, ബങ്കർ ബസ്റ്റർ മിസൈലുകൾ തുളച്ചു കയറിയാൽ തന്നെ ഒരു 50 മീറ്റർ താഴെ പാറ തുളക്കാൻ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. എന്നാൽ വീണ്ടും 100 കണക്കിന് മീറ്റർ താഴെയാണ് ഇറാന്റെ മിസൈൽ സിറ്റികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മിസൈൽ ശേഖരം തകർക്കുവാൻ ഒരിക്കലും തന്നെ അമേരിക്കക്ക് കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങളുടെയും സാഹചര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ സാമ്പത്തിക സോഴ്സുകൾ തകർക്കുകയല്ലാതെ ഇറാന്റെയോ അമേരിക്കയുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്നാൽ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഒരു ലക്ഷ്യവും നേടാതെ പിൻവാങ്ങിയാൽ അത് തോറ്റ് തൊപ്പിയിട്ട് എന്ന് ലോകം പ്രചരിപ്പിക്കുമെന്ന ആശങ്ക, അത്തരത്തിലുള്ളൊരു ജാള്യത മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇനി അമേരിക്കയും ഇസ്രയേലും അത്തരത്തിലുള്ള നീക്കമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പലതവണ ഇറാന്റെ പവർ പ്ലാന്റുകളും അതുപോലെ ഓയിൽ റിഫൈനറികളും തകർക്കും, അതുപോലെ പാലങ്ങൾ തകർക്കും എന്നെല്ലാം ഭീഷണി മുഴക്കുന്നത്. യഥാർത്ഥത്തിൽ പാലം തകർക്കാനോ അല്ലെങ്കിൽ പവർ പ്ലാന്റുകൾ തകർക്കാനോ ആയിരുന്നില്ല ഇസ്രയേലും അമേരിക്കയും ഇറാനുമേൽ ആക്രമണം നടത്തിയത്. അവരുടെ മിസൈൽ സ്റ്റോറേജുകൾ, മിസൈൽ സംവിധാനങ്ങൾ തകർക്കുക, ആണവ നിലയങ്ങൾ തകർക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ റെജീം ചേഞ്ച്, അവിടെയുള്ള ഭരണമാറ്റം, ഇതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ ഈ ഉദ്ദേശങ്ങളൊന്നും അമേരിക്കയുടെ ഇസ്രയേലിന്റെ സൈനിക നടപടിയിലൂടെ സാധ്യമല്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ സംഭവിച്ചുപോയ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി യുദ്ധം നിലനിർത്തി ഏതെങ്കിലും രൂപത്തിൽ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് ഇറാനെ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത്. എങ്ങനെയെല്ലാം മറച്ചു വെച്ചാലും ഇപ്പോഴും ഇസ്രയേലും അമേരിക്കയും നഗ്നതയിൽ തന്നെയാണ് ലോകത്തിന് മുന്നിൽ ഉള്ളത് എന്ന കാര്യം വ്യക്തമാണ്.